ഉപ്പ് എന്തെങ്കിലും വേണം നോക്കിക്കോട്ടെ. ഈശോ വീണ്ടും എന്റെ കൈ പൊള്ളിക്കും. ഉപ്പ് എന്തെങ്കിലും ഊതിയിട്ടുണ്ട്. അയ്യോ ഉപ്പ് എന്തെങ്കിലും ഒന്നും വേണ്ട. സെറ്റ് സാധനം ഗൈസ്. എന്റെ തമ്പുരാനെ എന്നിട്ടാടാ മറ്റേ പടത്തിലെ ഡയലോഗ് കല്യാണി ഇവിടെ ഏകദേശം പറയുന്നത് പ്രണവ് അല്ല ഇതിന് മുന്നേ 3-4 വട്ടം ഉണ്ടാക്കിയതാണ്. വീഡിയോ എടുക്കുമ്പോ ഇനിയിപ്പോ ചെയ്യുമെന്ന് വീഡിയോ ഞാനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും ചെയ്യും. അതിന്റെ ഒരു ടെൻഷനാണ് ആഗ്രഹമായത്. അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങള് പുതിയ വീട്ടിലെ പുതിയ കുക്കിംഗ് വ്ളോഗില് ചെയ്ത ഡിന്നർ സ്പെഷ്യലാണ്. Yo guys, welcome to family. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ guys. അപ്പൊ തുടക്കം തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. Like അടിക്കുക. വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. Oh yeah. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ വീട്ടിലെ കുക്കിംഗ് ആണ് ഗായ്സ്. വെറൈറ്റി കുക്കിംഗ് വ്ളോഗ് ആണ് ഗായ്സ്. അതെ. അപ്പൊ നോയമ്പായതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിയോ ചിക്കൻ വെറൈറ്റിയോ ബീഫ് വെറൈറ്റിയോ ഒന്നുമല്ല, പനീർ ബട്ടർ മസാല. സൺഡേ സ്പെഷ്യൽ ചെയ്യുന്ന ഷെഫുകള് ഇവരൊക്കെയാണ്. ഷെഫ് പിള്ളേ. ഷെഫ് പിള്ളേ പോലെ ഞങ്ങളുടെ വീട്ടിലെ ഷെഫ് വിച്ചു ആൻഡ് ഷെഫ് അപ്പോസ്. അപ്പൊ സൺഡേ എനിക്ക് ഓഫാണ് ഇവര് തരാറ്. പിന്നെ എനിക്കിഷ്ടമല്ല അവന്മാര് കയറുന്നത്, കാരണം ആന കരിമ്പുംകാട്ടില് കയറിയ പോലെയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ കയറി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പാടാണ്. പക്ഷെ എന്നാലും ഇവര് സൺഡേ വിച്ചു ആനും ഭയങ്കര ഇഷ്ടം ചെയ്യാനായിട്ട്. അപ്പൊ സൺഡേ ഇവനാണ് കുക്ക് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഡിന്നർ സ്പെഷ്യലാണ്. ഇന്ന് ഒരുപാട് നൈറ്റ് ആയി. ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഇതിനെ വേണ്ടിട്ട് എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ പനീർ ബട്ടർ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വേണ്ടു. ഈ അതൊക്കെ ഞങ്ങൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ വെറുതെ കുക്ക് ചെയ്യാ സാധനം കഴിക്കാം. അതെ, ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിക്കാൻ പറ്റില്ല അല്ലല്ല, ഇവര് മുന്നേ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ പനീർ ബട്ടർ അവിടെ വെള്ളത്തിലേക്ക് വെച്ചത് കാണിക്ക്. പുതിയ വീട്ടില് നമ്മള് ബിരിയാണി ചിക്കൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോണത് പനീർ ബട്ടർ മസാലയാണ്. അപ്പൊ പനീർ ബട്ടർ മസാല ഞങ്ങള് മറ്റേ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പനീർ ബട്ടർ പനീർ. അപ്പൊ ഇവിടെ ഞങ്ങള് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ, ജിഞ്ചർ, പച്ചമുളക്. യെസ്, ഞങ്ങളുടെ എന്റെ ക്യൂൺ ഓഫ് ദ കിച്ചൺ. അപ്പൊ നമ്മളുടെ കിച്ചണിലേക്ക് പുതിയ കുക്കിംഗ് വ്ളോഗിലേക്ക് പുതിയ വീട്ടിൽ അടിത്തറ അല്ല നമ്മുടെ ചെക്കന്റെ പാട്ട് പാടി വേടന്റെ കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ടത് കരയെല്ലാം കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ എനിക്ക് മക്കളെ. അപ്പൊ നമ്മളുടെ ഇതിലേക്ക് വാ മക്കളെ, നമ്മളെ പനീർ ബട്ടർ ഉണ്ടാക്കുന്നത് കാണാം. അതെ. അപ്പൊ ഇത് നമ്മള് പനീർ ബട്ടർ ഉണ്ടാക്കാൻ പോവാണ്. വേറെ കഴിക്കാനായിട്ട് നമ്മളിപ്പോ വേറെ ഒന്നുമില്ല, ചോറുണ്ട്. ചോറിന്റെ കൂടെ പനീർ ബട്ടർ പോവോ ഇല്ലയോ നോക്കാണ്. ചെലപ്പോ ചപ്പാത്തി മേടിക്കും. അതെ, കാരണം ഇപ്പൊ ഉണ്ടാക്കാൻ അല്ല, ഇത് ഉണ്ടാക്കണ സമയം തന്നെ 9:15 9:30 ആവാറായിട്ടുണ്ട് രാത്രി. അറിയില്ല ചപ്പാത്തി കിട്ടോ കിട്ടില്ല നമുക്ക് അറിയില്ല. ചോറ് കൂട്ടിയാണ് കഴിക്കും. നമുക്ക് അത്ര ഉള്ളു. നമുക്ക് അങ്ങനെ ഈ ബട്ടർ ചിക്കൻ അല്ല ബട്ടർ മസാലയുടെ കൂടെ വേറെ എന്ത് വേണമെന്നൊന്നും നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. ചോറിന്റെ കൂടെ അത് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. നോയമ്പായതുകൊണ്ട് ബ്രെഡില് മുട്ടകളുകൊണ്ട് ബ്രെഡും ഇല്ല. അപ്പൊ നമ്മള് കുക്ക് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യക്കൂട്ടാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മള് തിരിവെച്ച് കൊന്തൊക്കെ ചെല്ലി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം മറക്കരുത്, താടിപ്പൊട്ടും ഒഫീഷ്യൽ. അപ്പൊ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യുക. താടിപ്പൊട്ടും. അപ്പൊ നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം.
അതാ Yo guys. ഇത് മറ്റേ കുക്കിങ്ങിന്റെ ആൾക്കാർ മറ്റേ മുകളിലേക്ക് ഇടുമ്പോ മറ്റേ സാധനമൊക്കെ വീഴുന്ന പോലെയൊക്കെ ഇനി ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ അവിടെ കിടന്ന് തിളയ്ക്കുക, ഇങ്ങനെ കാണിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ജീരകം വീഴുക, ഇങ്ങനെ കാണിക്കുമ്പോ അണ്ടിപ്പരിപ്പ് വീഴുക. അപ്പ edit ചെയ്യണ്ടേ? ആലോചിച്ചാ മതി. ഇതൊന്നും ഇതിനുണ്ടാവില്ല. ഇത് ഇങ്ങനെ കാണിക്കുമ്പോ വീട്ടില് നമ്മളന്നെ ഇടുന്നത് കാണിക്കും. എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ നമ്മളന്നെ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളന്നെ ഇടും. അപ്പൊ ഇനി ക്യാമറ കൈമാറിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. Milky Mist. ബട്ടർ നമ്മൾ ബട്ടർ അല്ലല്ലേ വെറുതെ കഴിക്കാറ്, മറ്റേ ബ്രെഡിന്റെ കൂടെ ബ്രെഡിന്റെ കൂടെ നമ്മൾ തേച്ച് കഴിക്കാറുണ്ട് പണ്ട്. ഞാനാ കഴിക്കാറ്, അപ്പല്ല അപ്പ കഴിക്കാറില്ല ഞാൻ. ബട്ടർ ബാക്കി ഉണ്ടെങ്കി വല്ല കോണൊക്കെ ഉണ്ടാക്കിയ ശേഷം ബട്ടർ ബാക്കി ഉണ്ടെങ്കി ഞാൻ കഴിക്കും. ഒരു കട്ട വെണ്ണ കട്ട കുറുമ്പാനായി. ചെറിയൊരു ഉപ്പുണ്ട്, സോൾട്ടഡാ. വൃത്തിക്ക് കൊടുക്കണം, അതാണ് ടാസ്ക്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൃത്തിക്ക് കൊടുത്ത് അതാണ് പൊന്ന് പറഞ്ഞ കരിമ്പങ്കാട്ടിൽ ആന കയറിയ പോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിക്ക് കൊടുക്കണം. വൃത്തിക്ക് കൊടുത്തിട്ടേ പണി പാടും. പിന്നെ അടുത്ത ആഴ്ച ഒരു കയറ്റില്ല. നമുക്ക് ശനി ഞായറും കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഞാൻ അപ്പൂസും പരമാവധി ഞങ്ങള് കേറി മേയാറുണ്ട്. അപ്പൊ അത് കാരണം മെയിന് ചിക്കൻ വെക്കുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഷോർട്സിലൊക്കെ ചിക്കൻ ബീഫ് പോർക്ക് കിട്ടാറില്ല, ബീഫ് ചിക്കൻ ഇത് രണ്ടും കുക്ക് ചെയ്യണമെന്ന് ഞാനും അപ്പൂസും കൂടിയിട്ടായിരിക്കും മിക്കവാറും. ചൂടായി ഗൈസ്. ചിരി സൺഫ്ലവർ ഓയില് അപ്പൊ സെറ്റായിട്ട് അത് കിടന്നിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് കിടന്നോളൂ. ഫാറ്റ് കണ്ടന്റ്. ഓക്കേ, ഇതിലേക്കാണ് നമ്മളിനി നമ്മുടെ സപ്പോർട്ടും മറ്റേ തക്കാളിയും അങ്ങനെ സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഇടണത്. അതൊന്ന് ആയി കിട്ടി ഇട്ടണ വരെ നമ്മൾ അടച്ചു വെച്ച് സെറ്റാക്കും. ഓക്കെ, നമ്മുടെ സബോള ആൻഡ് ടൊമാറ്റോ രണ്ടൊരുമിച്ച് തട്ടിട്ടായോളും. മരായിരിക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് നൈസായിട്ട് ഒന്ന് വേവണ വരെ ഒന്ന് ആക്കാം. നന്നായിട്ട് മറ്റേ ചിക്കൻ കറിക്കൊക്കെ ആവണ പോലെ ഒന്നും ഉടഞ്ഞ് വരേണ്ട സീനൊന്നും ഇല്ല. നമ്മൾ മിക്സിയിൽ കടിക്കാവാണ് കേട്ടോ. കളർഫുൾ. ഇത് കുറച്ച് നമ്മൾ ഉപ്പിട്ട സോൾട്ട് ടു ടേസ്റ്റ്. ഇത് നമുക്ക് ആകെ ചതി പറ്റിയെന്നുണ്ടെങ്കിൽ ചില്ലി കാശ്മീരി ചില്ലി പൗഡർ മേടിച്ചില്ലേ? കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ഇല്ല, കഴിഞ്ഞു, ഉണ്ടാവുന്നത് കഴിഞ്ഞു. അവിടെ ആ പഴയ വീട്ടിൽ വെച്ചിട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയ ചിക്കൻ കറി ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മേടിച്ചില്ല. നന്നായി, സാരില്ല. അതിന്റെ പകരം നമ്മൾ കളറ് കുറച്ച് റെഡിഷ് ആവില്ല എന്ന് മാത്രം. നമുക്ക് യെല്ലോയിഷാ വേണ്ടു. അപ്പൊ കഴിച്ചാ പോരെ. നമ്മള് എരിവ് അധികം വേണ്ട. എരിവിന് പകരം നമ്മള് ഇത് ഇടണത് ഇതിന്റെ എരിവാണ് ഉണ്ടാവുക. പിന്നെ മധുരല്ലേ, പിന്നെ സ്പൂൺ പഞ്ചസാരയും അതൊക്കെ ഇടുള്ളൂ. പിന്നെ ഈ അണ്ടിപ്പരിപ്പൊക്കെയുള്ള കാരണം അതിന്റെ മധുരാണ് കൂടുതൽ നിൽക്കുക. അതാണല്ലോ പഞ്ചവട്ട മസാലക്ക് ടേസ്റ്റ്. ഇത് എരിവ് അധികം ഉണ്ടാവില്ലേ. ഇതൊന്ന് സെറ്റ് ആവണം. ഇത് സെറ്റ് ആവണം. കുറച്ചും കൂടി ആവുമ്പോ നമ്മുടെ അണ്ടിപ്പരിപ്പ് എന്തോ ഉദ്ദേശിച്ച പോലെ ഇതൊക്കെ നമ്മളിവിടെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി. അതെ, നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോ എടുക്കാൻ വേണ്ടി ആള് വന്നിട്ടുണ്ട്. ഇതിന്റെ ആള് വന്നിട്ടുണ്ട്. ഇതിന്റെ നെട്ട് ആരിസിന് ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ കൊടുക്കാം.
ഓക്കെ ബൈ. അപ്പൊ ഇത് ഡയറക്റ്റ് ഇതിലിട്ടാ മതിട്ടാ. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മള് വെള്ളത്തിലിട്ട് വെക്കുകയാണ് എന്തൊന്നും ചെയ്യേണ്ടത്. തന്നെ ഇരുന്ന് ഇതിൽ കിടന്ന് തന്നെ വെന്തോളും. ഒരു ഒറ്റ കഷ്ണം, ഒരു ഒറ്റ മുളക് മതി. 1000 മതിയാവും. ഇന്ത്യൻ ചില്ലി, ഗ്രീൻ ചില്ലി ആയതുകൊണ്ട് നല്ല എരിവുണ്ടാവും. നല്ല എരിവുണ്ടാവും. അതിട്ടു. പൊന്ന് ഇതിലൊക്കെ പ്ലേറ്റിലൊക്കെ വെച്ച് ചെയ്യണത് കാണണ്ട. പൊന്നു മറ്റേ കട്ടിംഗ് ബോർഡിൽ തന്നെ ചെയ്യുള്ളത്. അത് കാരണം അപ്പൊ അങ്ങനെ വന്നേ. മിക്കവാറും ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. എടുക്കാൻ വേണ്ടി ചിലപ്പോ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഒരു വലിയ പ്രഷർ കുക്കർ മതി ഒരാളിന് കുക്ക് ചെയ്യാൻ, എന്തുണ്ടാക്കാൻ. അതെ. അപ്പൊ ഗൈസ് ഇതൊന്നാവട്ടെ. ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മള് ഈ സാധനം ജസ്റ്റ് ചൂടാറാൻ വേണ്ടി വെക്കും. ആ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒറ്റയടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഓക്കെ, പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിനേക്കാൾ മുന്നേ ഇത് ചൂടാൻ മറ്റേ പൊടികളൊക്കെ ഇട്ടിട്ടാ അതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കലപരിപാടി മസാല കൂട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതായിരിക്കും കിട്ടുന്ന. അപ്പൊ നമ്മുടെ മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് മുളക് പൊടി, നമ്മള് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അപ്പൊ കുറച്ച് മുളക് പൊടി നമ്മള് ഇതിലിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് മതി. മല്ലിപ്പൊടി കൂടണ്ട, മല്ലിപ്പൊടിയുടെ ആവശ്യം അധികം വരില്ല. മസാല ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യമില്ല ഗൈസ്, നല്ല മണം വരുന്നത്. ഗരം മസാല ഇട്ടു, ഇതിട്ടു. ഓക്കെ. പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര ഉണ്ടോ, ഒരു കിക്ക് ഓഫ് സ്വീറ്റ്നെസ്. ഇന്നെന്റെ ബർത്ത്ഡേ. എന്റെ ദൈവമേ, 20s കിഡ്സിന്റെ 2K കിഡ്സിന്റെ പാട്ടാണ് പാടരുത്. അത് പറഞ്ഞ ഞാനും പാടാത്ത. അപ്പൊ നമ്മുടെ സബോളയൊക്കെ ഒന്ന് വെന്ത് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇതിലേക്ക് ഒന്ന് മാറ്റിട്ട് ഒന്ന് ചൂടാറാൻ വെച്ച് നൈസായിട്ട് മിഷ്കി. അതെ, ചൂടാറട്ടെ. അപ്പൊ അതിനുള്ളിൽ നമുക്ക് മറ്റേ ഗ്രേവിക്കുള്ള മറ്റേ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. ഹോപ്പ് ദ പ്രോസസ് വർക്ക്സ്. ചോറ് കൂട്ടി കഴിക്കേണ്ടി വരുന്ന തോന്നണേ. മൂട് ആദ്യമൊക്കെ പറക്കുന്നുണ്ട്, പക്ഷെ ചോറ് കൂട്ടി കഴിക്കേണ്ടി വരുന്ന യോഗം ആലോചിക്കുമ്പോ അതെങ്കിൽ അത് ആഫ്രിക്കയിലെ പിള്ളേരുടെ അവസ്ഥ അരിച്ചു നോക്കൂ. അതെ, അയാൾ എത്ര പേരാ. നീ അങ്ങനെ ആലോചിക്കാറില്ല. ഇപ്പൊ ഫിലോസഫി കയറിയുണ്ട്. നീ എങ്ങനെ ആലോചിക്കാത്താണല്ലോ ഫുഡിന്റെ കാര്യത്തില്. ഇപ്പൊ എന്തോ നോയമ്പൊക്കെ എടുക്കാൻ തോന്നി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതെന്താ ബോളി പായസം, ബോളിയിലവിടെ നോമ്പേ, ബോളിയിലവിടെ നോൺ വെജ്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ അത് മറക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ പോയാ എനിക്ക് ബോളി പായസം കുടിക്കണമെന്നുണ്ട് വല്ലാണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഇത് ചൂടാറട്ടെ. അപ്പോഴേക്കും ഇതൊന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പൊന്നു അവിടെ ആദ്യക്ക് ഫുഡ് കൊടുത്ത് അതിന്റെ പരിപാടികൾ നോക്കി, പിന്നെ മുകളിൽ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളിലും പരിപാടികളൊക്കെയാണ്. അപ്പൊ പൊന്നിന്റെ അടുത്ത് നീ പോയിട്ട് പോയോ പൊന്നു. ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി കിട്ടുന്നേ. അപ്പൊ അതിട്ട് കഴിഞ്ഞപ്പോ ഇവിടെ കുറച്ച് വീഡിയോന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാൽക്കണിയിൽ ഇങ്ങനെ കാറ്റും കൊണ്ട് കുന്നെത്തി വടക്കം വീരഗാഥ. അപ്പൊ എന്തായി, 2 ഷെഫുകളും കൂടി മണൊക്കെ വരുന്നുണ്ട്, നടക്കുന്നുണ്ട്. എന്താ ശരിയായില്ല. ശരി. ഇപ്പൊ മറ്റേ 2-3 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് അറിയാം, അതിന്റെ ഒരു വിഷയമൊന്നുമില്ല. കിട്ടുന്ന ടേസ്റ്റാണ്. മറ്റേ ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ പോലെയാണ്. മറ്റേ ഇതുണ്ടാക്കുക, മിക്സിയിലടിക്കാനുള്ള മസാല. കണ്ട ഗൈസ്, നൈറ്റ് ആംബിയൻസ്, ഞങ്ങളുടെ ബാൽക്കണി ആംബിയൻസ്. അപ്പോൾ നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഇനി വ്ളോഗുകൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇവിടെ സാധനങ്ങളൊക്കെ ഇവിടെ നല്ല തണുപ്പുണ്ട് അല്ലേ, ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യണില്ല. പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര മഴയാന്ന് പറയുന്നുണ്ട്, നല്ല മഴയാണെന്ന് പറയണ പപ്പ. ഇങ്ങോട്ട് മഴ
വരണ പോലെ തോന്നും പക്ഷെ വരുന്നില്ല. ഞാൻ നേരത്തെ മഴ പെയ്യാന്ന് വെച്ചു. അപ്പൊ ഇവിടെ ഏതോ അമ്പലത്തിൽ ഉത്സവം നടക്കണ്ട ആദ്യകൂട്ടെ ഇവിടെ എല്ലാ ദിവസവും പരിപാടികൾ. നമ്മളൊന്ന് ഫ്രീ ആവണ്ട പോവാനായിട്ടില്ലേ. എനിക്ക് എക്സാം ഉണ്ട്. എക്സാം അത് കഴിഞ്ഞ പിന്നെ മെയിൻ ഉത്സവം വരുന്നുണ്ട് ഇവിടുത്തെ. അത് നമ്മള് മൂലൊച്ചിക്കൊക്കെ പൊന്നു വന്നില്ലേ ഞാൻ പോവും. നമുക്ക് പോവാം. പിന്നെ വൈകുന്നേരം അപ്പൊ നേരത്തെ വരണമെങ്കിൽ നമുക്ക് ഉണ്ണിനും കൊണ്ടുപോവാം. ഓക്കേ. ഇപ്പോഴും ഞാൻ കമന്റ്സും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ കുറെ പേര് പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് എന്താണ് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം പ്രീമ എന്ന് പറഞ്ഞിട്ട് ഒരാള്. അങ്ങനെ കമന്റ്സുകൾ ഇങ്ങനെ ഞാൻ ഒരുപാട് ദിവസത്തെ കമന്റുകൾ ബാലൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് ഞാൻ. പിന്നെ അവന്മാരെ കിച്ചണില് മാനേജ് ചെയ്യാനുള്ള ഇന്നത്തെ ദിവസം. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുന്ന കാരണം ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ ചെയ്യാം. അവിടെ ആദ്യം ഉള്ളപ്പോ പിന്നെ ഫോൺ എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ വരും. നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാൻ പോടാ. നല്ല കുറുകുറുന്നിരിക്കണം. ചിക്കൻ ക്രീമി. അതെ. ചിമ്പു ചിമ്പാൻസി ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതാണ് ഇറൻ? അറിഞ്ഞുണ്ടാവുന്ന പെട്ടപ്പനായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ചട്നി പറയുന്നുണ്ട് ഗൈസ്. നോക്കി വേണം. നൈസടാ. സെറ്റ് മണായിട്ട് കിട്ടൂന്ന് വരുന്നുണ്ട്. ഞാനത് ഈ പ്ലേറ്റിൽ ടേസ്റ്റ് ಮಾಡಿ. അപ്പോ ഇതൊക്കെയുണ്ട്. ഇനി നമ്മള് ചെയ്യാൻ പോണ പണി ബാക്കിയുള്ള ചെറിയ ചെറിയ മസാലകൾ സെറ്റാക്കലാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവനും പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഓക്കെ, അവന്മാരൊന്നും ഇട്ടിട്ട് ഇതിൽ നിന്ന് ആക്കിയിട്ട് അതിന് നമ്മൾ നമ്മുടെ വെണ്ണ പിന്നെയും എടുക്കും. മുട്ട. ഓ ഈ കറിക്ക് ആ പേര് കിട്ടിയത്. അതെ. ചൂട് നമ്മുടെ താരത്തിന്റെ സമയമായി. ഓക്കെ. അതെ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നൈസായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അവനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയും വെള്ളം ചേർക്കാട്ടോ. നന്നായിട്ട് കട്ടിയിൽ യൂസ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച സംഭവം സെറ്റ്. ചിമ്പ അവിടെ വെയിറ്റിംഗ്. ചിമ്പാൻ ലേശം ഷുഗർ ഗൈസ്. ശരി, പഞ്ചസാര അപ്പൊ നമ്മൾ അവസാനത്തെ പ്രോസസ്സിലേക്ക് മസാലയ്ക്ക് പനീറിന്റെ പ്രോസസ്. അവസാനത്തെ പ്രോസസ്സിലേക്ക് എത്തി. ഇനി നമ്മുടെ ഇതൊക്കെ തിളച്ച് ബബിൾ വരുന്നുണ്ടോ. പിന്നെ ഇത് ഇതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടു. ഇവനൊന്ന് അതിലേക്ക് ഇളക്കി ചേർക്കുക. ഇനി ഇങ്ങനെ ആക്കി ആക്കി കുറച്ചൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് സെറ്റായി പിടിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പീസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ എന്തായി കഴിഞ്ഞു ഗൈസ്. ഓ മോനെ വെള്ളം പൊന്നു ഒതുക്കല് തുടങ്ങിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പൊന്നു വരും ഒതുക്കല് തുടങ്ങും. അത് നിങ്ങൾ ഇത്ര കാലമായിട്ടും ഞങ്ങളുടെ ഫ്ലാറ്റും വീടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആടിച്ചുകുട്ടന്റെ പാപ്പൻ ചോദിക്കുന്നുണ്ട്, പാപ്പ ആയിട്ടില്ല എന്താ എന്താ വേണ പാപ്പ വേണ പാപ്പ ആയിട്ടില്ല. ഇത് ചിക്കനല്ല, അത് ആള് ചിക്കനാന്ന് കരുതിയിട്ടാണ്. ഇത് ചിക്കനല്ല. അതെ, അടിച്ചുകൂട്ടന്റെ മോളിക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ കണ്ടോ, ഐഡിയകള് അടിച്ചിട്ട്. അതെ, അപ്പതെ 3 മിനിറ്റ് ഒന്നും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ ഫ്രഷ് ക്രീം ഒഴിച്ച് മുകളിൽ കുറച്ച് കസ്തൂരി മെത്തി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതെ, അവന്റെ ബാത്റൂം തുറന്നപ്പോ അവിടെ ഒരു ഷെഡ് ട്രൗസർ, അത് എന്തായാലും അങ്ങനെ ഞാൻ പാടില്ലല്ലോ. ഇപ്പൊ ഞാൻ ഏറ്റവും ഈവനായിട്ട് തല്ലി പിടിക്കണ എടുത്ത സാധനങ്ങൾ എടുത്തു കൊടുത്തു. അവരോട് നമ്മൾ ആദ്യം ഇപ്പോഴങ്ങനെ വിളിക്കുന്നേ പൊന്നോ പൊന്നോ. ആ ചിമ്പുന് ചിമ്പു വന്നു അപ്പോഴേക്കും എന്റെ ചിമ്പുകൂട്ടനും വരെ എന്നെ പൊന്നു വിളിക്കുക. ആരെന്നെ മമ്മീന്ന് വിളിക്കുന്നില്ല. അപ്പൊ ഗൈസ് ഞാനിത് തുറന്നു നോക്കട്ടെ എന്താ ഈ അവസ്ഥ എന്നുള്ളത്. അവസ്ഥയൊക്കെ ഞാൻ തുറന്നു നോക്കി പറയും. ഓ മൈ ഗോഡ്, ഇത് ഈ വീട്ടിലെ ആദ്യത്തെ ഐറ്റം ആണെന്നുള്ള ഞങ്ങളിത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. അല്ല ഞാൻ എന്താ പഠിക്കുന്ന നോക്കിയെന്നല്ല, സാധാരണ ഇങ്ങനെ എന്ത് വസ്തു വെച്ചാലും ഫുൾ വീട്ടിൽ വെച്ചിട്ട് അടി കത്തി പിടിക്കും. അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇതൊന്നും ആയി കഴിഞ്ഞിട്ടുണ്ട് 3 മിനിറ്റ് ആയിരുന്നു. അപ്പൊ ഇനി ഞങ്ങള് ആ ഫ്രഷ് ക്രീം ഒഴിച്ച് കസൂരി മെട്ടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ചോറ് കൂട്ടി കഴിക്കേണ്ടി വരും. 10 കാലായതുകൊണ്ട് ഒന്നും കിട്ടുന്നു തോന്നുന്നു. അപ്പൊ നോക്കട്ടെ, ലോ ഫ്ലെയിമിൽ ഇടാ. നമ്മുടെ ഫ്രഷ് ക്രീം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം ഇതൊക്കെ നിങ്ങളും വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യാട്ടാ. നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം മേടിച്ച് കഴിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്കും സിമ്പിൾ ആയിട്ട് പിരിയും, വേഗം ആക്കിയില്ലെങ്കിൽ പിരിയും. സുന്ദരി മണിയാ ചെരിപ്പിട്ടിട്ട് എവിടേക്കോ പോണെന്ന് കൊണ്ട് നിപ്പണവൻ. പോവാ പോവാന്ന് പറഞ്ഞിട്ട് സുചുമണിയേ ഏച്ചി പോവാൻ മൈനേ. ഇതാദിക്ക് കഴിഞ്ഞ പോലത്തെ പടത്തിറക്കി മമ്മി കൊടുത്ത ഡ്രസ്സാട്ടോ. അത് ഇപ്പോഴും വലുതല്ലേ അത്. നടിച്ചവന് ഇനി വേറൊന്നും ചെയ്യണ്ട. ഇനി ചൂടാക്കി കഴിഞ്ഞാ പിരിയണ്ട, നമുക്ക് പിരിയണ്ട. യെസ് ഗൈസ്, ഐറ്റം ഓഫ് ചെയ്തു. ഇനിയും വീണ്ടും ചൂട് എനിക്ക് കിട്ടില്ലടാ. ഗൈസ് ടേസ്റ്റ് ഉണ്ട് കേട്ടാ. കടയിൽ നിന്ന് മേടിക്കുന്ന ഗൈസ്, കടയിൽ നിങ്ങൾക്കറിയാം ഞാൻ ഉള്ളത് പോലെ മുഖത്തോക്കി പറയണ ആളാണ്. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും എന്താണെങ്കിലും കിടിലും ടേസ്റ്റ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഇതിന് മുന്നേ 2-3 തവണ ഉണ്ടാക്കിയുള്ളൂ, ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഈ വീട്ടിലെ ആദ്യത്തെ കുക്കിംഗ് വ്ളോഗ് എന്നുള്ള പ്രത്യേകതയാണ് ഈ ഒരു വ്ളോഗിനുള്ളത്. നന്നായിട്ടുണ്ട്. ഇനി കസ്തൂരി വേണ്ടിയിട്ടാണ് കേട്ടാ. അപ്പൂസിന് നല്ല കട്ട തലവേന ഗൈസ്, ഭയങ്കര. അവന് ഈ ഈവനിങ് കഴിഞ്ഞപ്പോ തലവേന തുടങ്ങി, അവന് വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നാന്ന് പറയുന്നുണ്ട്. അറിയില്ല. അപ്പൊ അത് ഇനി കസ്തൂരി മേന്തി. ചിമ്പു ഇവിടെ ഭയങ്കര വെയിറ്റിങ്ങിലാണ് കേട്ടോ. പുതിയ എന്തായിട്ടുണ്ടാക്കിയാലും ചിമ്പു വെയിറ്റിങ്ങിലല്ലേ. ചിമ്പു അവനറിയാം അപ്പ കിച്ചണില് കയറി കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം വരുന്നുണ്ട് വെറൈറ്റി അല്ലേ. ചിമ്പു കുറ്റാമ്പിയേ, അവിടെ പൊന്നാമ്പിയേ. വെയിറ്റിംഗ് ആണ് ചിമ്പുറ്റി. അവർക്കും നമ്മൾ തന്നെയാട്ടോ കൊടുക്കുക. ഇന്ന് നമ്മള് വെക്കണ നോൺ വെക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഇതിപ്പോ വെജാണ്, അല്ലാത്തപ്പോഴൊക്കെ നമ്മളെ തന്നെ കൊടുക്കും. അല്ലാത്തപ്പോ അവരുടെ ലെഗുകൾ ഉണ്ടല്ലോ, അതും വെജിറ്റബിൾസ് ഇട്ടിട്ട് വേവിച്ചു കൊടുക്കും. കസ്തൂരി മേന്തി നല്ല സ്മെല്ലല്ലേ. ഇതെന്തത് മറ്റേ ഇത് വയ്ക്കുന്നതാ, എന്താ പറയാ സാധനത്തിന്, തമ്പാക്ക് വയ്ക്കണ പോലെ ഉണ്ടല്ലോ.
നല്ല നല്ല പരിചിതമായ ആളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് അതില്ലാത്തതുകൊണ്ട് താൻ ഇത് വെച്ച് എന്തായാലും ചെയ്യും. തമ്പാക്കല്ലാണ്ട് വേറെ എന്തോ പറയില്ലേ? കഞ്ചാവെന്നൊക്കെ പറയും ഗൈസ്. എനിക്ക് ഇതിനെ പറ്റി അറിയില്ല എന്ന് വെച്ചു മാറ്റിട്ട് അരച്ചതാ എനിക്ക് ഇടാ അങ്ങട്. ആ വെള്ളം തിളപ്പിക്കാൻ കുടിക്കാനുള്ള വെള്ളം ജീരക വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മളുടെ ഒരു എന്തോ ഒരു മരത്തിന്റെ ഇലയല്ലേ? തല കറങ്ങി എന്റെ കൈ കളിക്കുന്നു. അപ്പൊ അതിട്ടാ ഈ ഗൈസ്. അപ്പൊ അതിട്ടിട്ടുണ്ട് സ്മെല്ല്. അയ്യോ കണ്ണ് ഞാൻ എപ്പ കണ്ണെഴുതിയാലും അത് എടുത്തിട്ട് മാറ്റും. ഓർമ്മ ഉണ്ടാവില്ലേ? ഇപ്പൊ കണ്ണെഴുതിയാലും ഞാൻ കണ്ണ് മാറ്റി. മിനിറ്റ് വീണ്ടും എന്റെ കൈ പൊള്ളിക്കും. ഒന്നും വേണ്ട. തെറ്റാണ് ഗൈസ്. എന്റെ തമ്പുരാനെ എന്നിട്ടാ മറ്റേ പടത്തിലെ ഡയലോഗ് കല്യാണി ഇവിടെ ഏകദേശം പറയണത് പ്രണവ് അല്ല ഇതിന് മുന്നേ 3-4 വട്ടം ഉണ്ടാക്കിയതാണ്. വീഡിയോ എടുക്കുമ്പോ ഇനിയിപ്പോ ചെയ്യുമെന്ന് വീഡിയോ ഞാനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും ചെയ്യും. അതിന്റെ ഒരു ടെൻഷനാണ് അവനായത്. അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങള് പുതിയ വീട്ടിലെ പുതിയ കുക്കിംഗ് വ്ളോഗില് ചെയ്ത ഡിന്നർ സ്പെഷ്യലാണ് പനീർ ബട്ടർ മസാല. മഞ്ഞ കളർ വരണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. നമുക്ക് നോ കളർ. മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പൊ മഞ്ഞ കളർ വരും. മഞ്ഞപ്പൊടി ഇടാണ്ട് നല്ല ജീരകം വെള്ളം കിണറുള്ളതുകൊണ്ട് കിണർ വെള്ളം ജീരകം വെള്ളം തിളപ്പിച്ചിട്ട് ഇനി നമുക്ക് ഈ നേരത്ത് പോയി എവിടെയെങ്കിലും ചപ്പാത്തി കിട്ടുമെന്ന് തപ്പണ നോക്കാം ഗൈസ്. അപ്പൊ ഞങ്ങളുടെ കൂടെ പോകുന്നേക്ക് ഞങ്ങൾക്ക് ചപ്പാത്തി കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഗൈസ്. അല്ലെങ്കിൽ ചോറിന്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടാവും അറിയില്ല. പക്ഷെ നാളെ ചോറിന്റെ കൂടെ എന്നെ കൊണ്ടോണം. അപ്പൊ നമ്മള് ചപ്പാത്തി എവിടെന്നെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ സമയത്ത് കഴിച്ചോ 10:30 കഴിഞ്ഞു. കിട്ടുമോന്നും അറിയില്ല. പോവാണ്. എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം. പനീർ ബട്ടർ മസാല അവിടെ അവര് നമ്മുടെ അതിശൂടെ നച്ചുവത്ത അപ്പോ നമ്മൾക്ക് പല സീരിയലിന്റെ പ്രമോല് പറയണ പോലെ കാടിയും പൊട്ടിന് ഡിന്നർ സ്പെഷ്യലായി ചപ്പാത്തി ഇന്ന് കിട്ടുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം ഗൈസ്. അപ്പൊ നമ്മളെ ഫുഡ് ഫാക്ടറിയിൽ ഉണ്ട് ആയിട്ടുണ്ട്. ജ്യൂസ് എടുക്കുന്നുണ്ട്. മോലാളി വന്ന് തന്നു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ നോക്കി എടുക്കുന്നുണ്ട്. കണ്ടാ കമന്റ് പറയാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുത്തെ മുതലാളിമാരാണ് ഒരു മുഴുവൻ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ചപ്പാത്തി കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് കിട്ടുന്ന വിചാരിച്ചില്ലേ ഗൈസ്. കാത്തിരുന്ന പോലെ താടിയും പൊട്ടിനും ഇന്ന് ഡിന്നർ പനീർ ബട്ടർ മസാലയ്ക്കൊപ്പം കഴിക്കാൻ കിട്ടുമോ ഇല്ലയോ? കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. നമ്മുടെ ഫുഡ് ഫാക്ടറിയിലുണ്ട്. സാധാരണ ഞങ്ങൾ വരുമ്പോഴേക്കും കഴിയാറാ മതി. അത് ആ ഡിഷ് വന്ന വശം നമ്മുടെ ജ്യൂസൊക്കെ അടുത്ത മുതലാളി ശരിക്കും. ഇത് നമ്മുടെ ചപ്പാത്തി കിട്ടി. ചപ്പാത്തി ചപ്പാത്തി സെറ്റ്. അതെ ജ്യൂസാണ് ജ്യൂസ്. പോവാം പോവാം പോവാം. നമുക്ക് ഐറ്റംസ് കിട്ടി. അതെ കഴിക്കാൻ പോവാണ്. അതെ അപ്പോനെ
അപ്പോന് ചെറിയ തലവേനയും ഇതൊക്കെ വയ്യാണ്ടായി. ആള് വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ തന്നെ വയ്യാണ്ടായി. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞങ്ങൾ ഇനി വേഗം കഴിക്കട്ടെ. അപ്പൊ എന്നിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അപ്പൂസ് തലവേനയുടെ ഗുളിക കഴിച്ചിട്ട് എടുക്കട്ടെ. എന്നിട്ട് ഇവന്മാർക്ക് കൊടുക്കണം, ആദിശ് പോക്കണം, ഞങ്ങള് കഴിക്കണം. പാത്രത്തിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കാണിച്ചിരാം ഗൈസ്. അപ്പൊ നല്ല പിടിച്ചിണ്ടാവും എല്ലാതും. അപ്പൊ ദാ നമ്മളുടെ ചപ്പാത്തിയും പാത്രത്തിലിട്ടിട്ട് ഇപ്പൊ കാണിക്കാം. ചിമ്പൊക്കെ സെറ്റ് ചിമ്പോ തരാം തരാം. എല്ലാവർക്കും ആരും ചിമ്പൂന് ചാർലിക്കും പ്ലേറ്റും അതൊക്കെ കഴുകട്ടെ. ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടാണ് നമ്മള് കഴിക്കാറ്. അപ്പൊ വേഗം പോയി കഴിക്കില്ല. അപ്പൊ അവരുടെ പ്ലേറ്റ് കഴിക്കുക. അവരൊക്കെ വെയിറ്റിംഗ് ആണ്. അവര് വെയിറ്റിംഗാ നമ്മളെ പോലെ തന്നെ. ചാറിലൊക്കെ കമന്നടിച്ച് കിടന്നു തുടങ്ങി. രണ്ടാളും വെയിറ്റിംഗ് ആണ്. കണ്ട ചാലി നന്നായിട്ട് വെച്ചിട്ടുണ്ട് കഴിച്ചു. കാരണം സമയം 11 ആവാറായി. 11 മണി ആവാറായി. ഇവന്മാർക്കൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടാ. കാലത്ത് ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കും, പിന്നെ ബിസ്ക്കറ്റുകൾ കൊടുക്കും, പിന്നെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഇവന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീമാ. അപ്പൊ അത് കാരണം ഈ സമയമായാലും അവന്മാർ നിൽക്കും. അപ്പൊ ഈ നേരത്തിന് കൊടുക്കുക. നമ്മൾ കഴിക്കണ കൂടെ തന്നെ കൊടുക്കാറ്. അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചിക്കന്റെ ലെഗൊക്കെ കട്ട് ചെയ്ത് പച്ചക്കറി ഇട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടേ വേവിച്ചിട്ട് അങ്ങനെ ചോറിന്റെ കൂടെ കൂട്ടിട്ട് കൊടുക്കാറ്. അപ്പൊ ഇന്ന് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള കാരണം പിന്നെ നമ്മൾ ഇതേപോലെ അതെ പിന്നാലെ പോണോ ചിമ്പു. അത് ചോറിട് ചോറ്. വെയിറ്റിംഗ് ആണ്. ചാലി ഇങ്ങോട്ട് വാ. ചാലി തങ്കമ്മ സിറ്റ്. ഗുഡ് ബോയ്. ചിമ്പു ചിമ്പു സിറ്റ്. ചിമ്പു സിറ്റ്. ചിമ്പു സിറ്റ്. ഇരിക്കണവിടെ ഇരിക്കണവിടെ. ചിമ്പു ഗുഡ് ബോയ്. നാളത്തേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ ചക്കന്മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ അവന്മാർക്ക് അത് കൂട്ടി കുഴച്ചൊന്ന് സെറ്റാക്കി കൊടുത്താ അവന്മാര് പോയിരുന്ന പടച്ചോളൂ. ചട്ടപ്പട്ടയെന്നുണ്ട് ചാറിലേക്ക് പടക്കുക. അതെ അത് കഴിഞ്ഞു. അത് ഇനി അധികം നാളൊന്നും ഇരിക്കില്ലേന്. ബാ അത് കുട്ടി ചിമ്മി കൊടുക്ക്. വെയിറ്റിംഗ്. പനീറൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വെറുതെ ചാറൊന്നല്ല നമ്മൾ ഇരിക്കണല്ല. ഞങ്ങൾക്ക് എന്ത് പലഹാരം കിട്ടിയാണെങ്കിലും തന്നെ ഞങ്ങൾ എല്ലാവർക്കും അതേപോലെ തന്നെ കൊടുക്കും. അവർക്ക് നമ്മളെല്ലാതും അതെ നമ്മളെ കൂട്ടിലൊന്നല്ല അല്ല ചാർലി. നമ്മള് ഫുള്ള് ഇവിടെയാണ്. അല്ല വെയിറ്റിംഗ് ആണ്. ഇരിക്കുന്ന അവിടെ അതൊക്കെ നടന്നു. ചാർലിയുടെ ഒരു ചാട്ടുണ്ട്. നീ ചാർലിയുടെയും കാവടി തുള്ളിട്ട് പോ ചാർലി. ചിമ്പു ചാലി കാം ചാലി നാ ഇടുവാ. യെസ് ഗുഡ് ബോയ്. എല്ലാ ദിവസവും അവരുടെ വെള്ളം ഇതൊക്കെ മാറ്റി. അവിടെ ചിമ്പു പതുക്കെ കഴിക്കലോട്ടോ. ചാർലി വേഗം ചാർലി വേഗം പട്ട കഴിക്കും. നമ്മുടെ ചപ്പാത്തിയൊക്കെ വിളമ്പി നമ്മുടെ അപ്പൊ ഇതൊക്കെ വിളമ്പി സെറ്റ് ചെയ്തിട്ടുണ്ടാ.
അതെ വിളമ്പി കഴിഞ്ഞു ഗായ്സ്. അപ്പോ ഒരു ഉറക്കുറങ്ങി. ഹായ് സൂപ്പർ. അപ്പൊ ഗായ്സ് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം. രുചികരമായ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് വലിയ അലത്തല കാര്യങ്ങളല്ല, ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന വ്ളോഗുകൾ നമ്മള് ഇടയ്ക്ക് കാണിക്കാറുണ്ട്. ട്രാവൽ വ്ളോഗ് കാണിക്കാറുണ്ട്, വീഡിയോസ് ഒക്കെ. അപ്പൊ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്യാൻ താടിപ്പോട്ട് ഒഫീഷ്യൽ. ഇതേപോലെ നാളെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ന്യൂ വീഡിയോ.